ഇന്ന് വോട്ട് ചെയ്യാനൊക്കെ എല്ലാവരും പോയില്ലേ? ഈ ഇലക്ഷൻ സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? നമ്മളെ പലർക്കും പല സമയത്തും നമ്മളെ മുന്നിൽ കൂടെ പോയാൽ പോലും പരിചയം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഇലക്ഷന്റെ സമയമായി കഴിഞ്ഞാൽ ആ പരിചയം പുതുക്കാൻ വരലും പിന്നെ നമ്മൾ അവരുടെ അകന്നൊരു ബന്ധുവാവും, അല്ലെങ്കിൽ അമ്മായിയുടെ മോളാവും മോനാവും അല്ലേ? അങ്ങനെയൊക്കെ പല ബന്ധങ്ങളും പല സൗഹൃദങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് പാർട്ടിക്കാരും സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ടല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും പോയിട്ട് വോട്ട് ചെയ്യാൻ. നമ്മുടെ ഒരു അവകാശമല്ലേ, അത് കളയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവില്ലാമലേക്ക് വിട്ടു. തിരുവില്ലാമല എന്താന്നല്ലേ? തിരുവില്ലാമല എൻ്റെ ഏട്ടൻ്റെ ജ്യൂസ് കടയാണ്. അത് കണ്ടില്ലേ? ഇതാണ് ഏട്ടൻ്റെ ജ്യൂസ് കട കേട്ടോ. ഇത് എവിടെയാണെന്നറിയോ? തിരുവില്ലാമല കഴിഞ്ഞ് നമ്മൾ പഴയന്നൂർക്ക് പോകുന്ന റോട്ടിൽ കാട്ടുകുളം സ്കൂളിന് അടുത്താണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും അതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കുടിച്ചു നോക്കൂ. അവിടുത്തെ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അപാര ടേസ്റ്റാണ് കേട്ടോ. അത് എൻ്റെ ഏട്ടൻ്റെ കടയായിട്ട് പറയുന്നതല്ല കേട്ടോ. നിങ്ങളൊന്ന് പോയി കുടിച്ച ശേഷം പറയൂ ആ ജ്യൂസ് എങ്ങനെയാണെന്ന്. ആ ജ്യൂസിൽ എന്തെല്ലാം കൂട്ടുന്നു എന്നുള്ളത് രഹസ്യമാണ്, പക്ഷെ ടേസ്റ്റ് പരസ്യമാണ് കേട്ടോ. പിന്നെ അവിടെ ഇളനീരുണ്ട്, അതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, അതുപോലെ മാങ്ങ, പിന്നെ പൈനാപ്പിൾ, ഇതെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആള് ദാഹിച്ചു വരുന്നവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് അല്ല കേട്ടോ കൊടുക്കുക, അതിൽ കൂടെ കുറച്ചും കൂടി. അത് ഞാൻ എവിടെയും കാണാറില്ല. ഒരു കണക്ക് നോക്കാതെ ആള് ഒഴിച്ചു കൊടുക്കും. ആളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂന്തോട്ടം കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ട് ജ്യൂസ് കുടിക്കാറുമുണ്ട്.